കാരണം ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന വ്യക്തികൾ ഒരു സെക്കൻഡ് ആ ഒരു ചിന്തയൊന്ന് ചിന്തിച്ചാൽ ആരും അതിന് തുനിയില്ല. കാരണം നിങ്ങൾ ഇതിന് മാനസികമായിട്ടുള്ള പ്രശ്നം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ പിന്നെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം പറയുന്നത് കുടുംബത്തിൽ ഭാര്യ, ഭർത്താവ്, മക്കൾ, ഇനിയിപ്പോൾ കുടുംബത്തിൽ വേറെ ആരെങ്കിലും അമ്മ, അച്ഛൻ ആരെ ഉണ്ടെങ്കിലും അവർ തമ്മിലുള്ളൊരു ഐക്യം വേണം. കാരണം നമ്മുടെ ബാധ്യതകൾ അവരറിയണം. കാരണം പരസ്പരം കുറ്റപ്പെടുത്താതിരിക്കുക. ഭാര്യ ഭർത്താക്കന്മാരായാലും പരസ്പരം തമ്മിലുള്ള പരസ്പരം കുറ്റപ്പെടുത്താതിരിക്കുക. അത് നല്ലൊരു ഐക്യവും. അവിടെ നിന്നാണ് നമ്മുടെ ആദ്യത്തെ മനഃശക്തി ഉണ്ടാകുന്നത്, കുടുംബത്തിൽ നിന്നാണ്. അത് കഴിഞ്ഞ് മക്കളെ പിന്നെ വേറെ ആര് കൂടെ ഉള്ളവരുണ്ടെങ്കിലും അവരെ ഈ ധാരണ ബോധ്യപ്പെടുത്തണം. നമ്മൾക്ക് ഇത്ര ലക്ഷം ബാധ്യതകൾ ഇല്ലെങ്കിൽ ഇത്ര രൂപ കടമുണ്ട്, അതിനെ നമ്മൾ അതിജീവിക്കണം എന്ന് പറഞ്ഞ് ദിവസം നമ്മൾ മോട്ടിവേഷൻ, അതായത് മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം എന്നുള്ള ഒരു ധാരണ നമ്മൾക്ക് ആദ്യം ഉണ്ടാവണം. കാരണം ആരും അറിയില്ല എന്നുള്ള ധാരണയിലാണെങ്കിൽ കാരണം ഈ ദുരഭിമാനത്തിൻ്റെ പേരിൽ ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് പോകും. പിന്നെ കടം എടുക്കരുത് എന്ന് പറയാൻ ഞാൻ ആരുടെ അടുത്തും പറയാൻ ഞാൻ അർഹനല്ല. അതെല്ലാം അവരവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന വിഷയങ്ങളാണ്. പക്ഷെ എടുക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അതായത് പറ്റില്ല എന്നല്ല, നമുക്കത് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ പൈസ വെച്ചിട്ട് നമ്മൾ കൊടുക്കാതിരിക്കില്ലല്ലോ. അത് കൊടുക്കാൻ കഴിയാത്തൊരു സ്റ്റേജ് വരികയാണെങ്കിൽ അവരുടെ ഭീഷണികൾ, അതായത് ഭീഷണികൾ ആര് ഭീഷണിപ്പെടുത്തിയാൽ, ഇന്നിപ്പോൾ കേരളത്തിലാണെങ്കിൽ കുബേര അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ സെൻട്രൽ IT നിയമപ്രകാരമാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിൽ സൈബർ അലർട്ട് എന്ന് പറയുന്നൊരു സിസ്റ്റം കൂടി ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിലാദ്യം കംപ്ലൈൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യുക. അതിൽ ചെയ്ത് പിന്നെ അതേപോലെ ഇന്ന് എല്ലാ നിയമങ്ങളും നമുക്ക് നമ്മുടെ കയ്യിൽ വിരൽത്തുമ്പിൽ ഉണ്ടായിട്ടും ഇത്രയും ആത്മഹത്യ പ്രവണതകൾ നടക്കുന്നത് അനുവദിച്ചുകൂടാന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഒരാൾ മരിക്കാൻ പോകുന്നത് അയാൾ ഒരാളുടെ അടുത്ത് പറഞ്ഞിട്ടല്ലല്ലോ മരിക്കുന്നത്. അപ്പോൾ അത് അവനവൻ തന്നെ അത് ശരിയാക്കണം. കാരണം നോക്കൂ, നിങ്ങൾ മരിക്കുകയാണെങ്കിൽ നിങ്ങളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന പല ജീവിതങ്ങളുമുണ്ട്. അതൊന്നും മനസ്സിലാക്കൂ. അവരനാഥരാകും. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു കയറിലോ കുറച്ച് വർഷം എന്തെങ്കിലും കഴിച്ച് നോക്കൂ. ഇപ്പം നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ കൂടി വന്നാൽ ഒരു 10 ദിവസം അതിൻ്റെ ഒരു ചടങ്ങുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ആരും നിങ്ങളെ തിരിഞ്ഞു നിങ്ങളെന്നല്ല, നിങ്ങളുടെ വീട്ടിലാരും തിരിഞ്ഞു നോക്കില്ല. ഈ തിരിഞ്ഞു നോക്കില്ല, നിങ്ങളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന കുറേ ജീവിതങ്ങൾ ഉണ്ടാവും അവിടെ. അതാരായാലും ശരി, അവരനാഥരാവുകയാണ്. അവരെയും കൂടി നിങ്ങൾ അനാഥരാക്കുകയാണ്. ഈ പ്രവണത ആദ്യം നിങ്ങൾ നിർത്തൂ. കാരണം അതിപ്പോൾ ഞാനായാലും വേറൊരു വ്യക്തിയായാലും ആരായാലും ഈ പ്രവണത നിർത്തിയാൽ തന്നെ നമ്മൾക്ക് ജീവിതത്തിൽ മുന്നിലേക്ക് വരാൻ കഴിയുകയുള്ളൂ.